എല്ലാ ഫാർമസി സ്റ്റുഡൻസിനും ഫാർമ മാജിക് ഫയറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഫാർമസിയിലെ പ്രാക്ടിക്കലിനും അതേപോലെ തിയറിക്കും യൂസ് ആകുന്ന ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് പേഷ്യൻ്റ് കൗൺസിലിംഗ് ഫോർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. പേഷ്യൻ്റ് കൗൺസിലിംഗ് ഫോർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഓസ്റ്റിയോ ആർത്രൈറ്റിസും രണ്ടാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഓക്കെ, ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് ദാറ്റ് ക്യാൻ അഫക്റ്റ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ബട്ട് മോസ്റ്റ് കോമൺലി അഫക്ട്സ് ദ ജോയിൻറ്റ്സ് കോസിങ് പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ്. ഓക്കെ, നല്ല ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ അഫക്റ്റ് ചെയ്യും. മോസ്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? ജോയിൻറ്റ്സിലാണ്. ഓക്കെ, ആ ഇൻഫ്ലമേഷൻ കാരണം നമുക്ക് പെയിനും അതുപോലെ സ്റ്റിഫ്നെസ്സും ഉണ്ടാകാറുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഈസ് ആൻ autoimmune condition occurs when your immune system mistakenly attacks healthy cells in your body. അതായത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സ്വന്തം ബോഡിയിലുള്ള സെല്ല് തന്നെ എന്താണ് മിസ്റ്റേക്കായിട്ട് നമ്മുടെ സ്വന്തം സെല്ലിനെ തന്നെ എന്ത് ചെയ്യും? അറ്റാക്ക് നശിപ്പിക്കുന്ന ഒരു കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അതുപോലെ തന്നെയാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ മിസ്റ്റേക്കായിട്ട് നമ്മുടെ ഹെൽത്തി സെൽസിനെ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. റിസൾട്ടിങ് ഇൻ ഇൻഫ്ലമേഷൻ ഇൻ ദ ബോഡി പാർട്സ് അഫക്റ്റഡ്. എവിടെയാണോ ഏത് ബോഡി പാർട്സിനാണോ അഫക്റ്റ് ചെയ്യുന്നത് അവിടെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇൻഫ്ലമേഷനും പെയിനും ഉണ്ടാകും. ഓക്കെ, ആ ഒരു കണ്ടീഷനാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഒരിക്കൽ കൂടെ? Rheumatoid arthritis is a chronic inflammatory condition that can affect different parts of the body but most commonly affects the joints causing pain and stiffness. RA അതായത് rheumatoid arthritis is an autoimmune condition occurs when your immune system mistakenly attacks healthy cells in your body resulting in inflammation, painful in the body parts which are affected. Okay, അപ്പോൾ നമുക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ സിംറ്റംസ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഡെഫിനിഷൻ പറഞ്ഞപ്പോഴേ മനസ്സിലായി കാണും, ക്രോണിക് ഇൻഫ്ലമേഷൻ എന്തായാലും ഉണ്ട് അല്ലേ. അപ്പോൾ അതൊരു സിംറ്റമാണ്. ദെൻ ടെൻഡർ വാം സ്വോളൻ ജോയിൻറ്റ്സ് ഒക്കെ എന്താകാം? സ്വോളൻ, ഇൻഫ്ലംഡ് ആകാം. ജോയിൻറ്റ് സ്റ്റിഫ്നെസ് ദാറ്റ് ഈസ് യൂഷ്വലി വേഴ്സ് ഇൻ ദ മോർണിംഗ് ആൻഡ് ആഫ്റ്റർ ഇനാക്ടിവിറ്റി. അതായത് നമ്മൾ വിശ്രമിച്ചിട്ടൊക്കെ എഴുന്നേൽക്കുന്ന ആ സമയത്താണ് എന്ത് ജോയിൻറ്റിൽ സ്റ്റിഫ്നെസ്സും പെയിനും ഒക്കെ അനുഭവപ്പെടുന്നത്. എന്താണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലെല്ലാം മെയിനായിട്ടും അതിൻ്റെ സിംറ്റംസ് വേഴ്സൺ ആകുന്ന എപ്പോഴാണ്? ഇൻ ദ മോർണിംഗ് സമയത്താണ്, അല്ലെങ്കിൽ ആഫ്റ്റർ ഇനാക്റ്റീവ് ആയിരിക്കുന്ന സമയത്തൊക്കെയാണ് സാധാരണ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ സിംറ്റംസ് ഒക്കെ വേഴ്സൺ ആകുന്നത്. അതുപോലെ ഫെറ്റീഗ് ഉണ്ടാകാം, ഫീവർ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പ് ഉണ്ടാകാറില്ല. Early rheumatoid arthritis tend to affect patients' smaller joints first, particularly the joints that attach patient fingers to patient hands, patient toes to patient feet. ഓക്കെ, ആദ്യം നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്താണ്? പേഷ്യൻറ്റിൻ്റെ സ്മോളർ ജോയിൻറ്റ്സിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. അത് പയ്യെ എന്താണ് ആ ജോയിൻറ്റ്സിൽ നിന്ന് മുകളിലോട്ട് ഇപ്പോൾ നമ്മുടെ ഹാൻഡ് ഫിംഗേഴ്സിലാണ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഫിംഗേഴ്സ് ടു പേഷ്യൻസ് ഹാൻഡ്സ് മുകളിലോട്ടേക്ക് വരാം. അതുപോലെ ടോസിലാണ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് ഫീറ്റിലോട്ട് കയറാം. അതാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ സിംറ്റം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ മോർ ലൈക്ലി ദാൻ മെൻ ടു ഡെവലപ്പ് RA. ഓക്കെ, വിമൻസിനാണ് കൂടുതൽ ചാൻസ് മെന്നിനെ അപേക്ഷിച്ച്. ഏജ് can occur in at any age, most commonly in middle age. മിഡിൽ ഏജ് ഉള്ള എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം, പക്ഷെ മിഡിൽ ഏജ് ഉള്ളവരാണ് കൂടുതലായിട്ടും അത് അഫക്റ്റ് ആകുന്നത്. ഓക്കെ, അടുത്ത ഫാമിലി ഹിസ്റ്ററി. ഇഫ് എ മെമ്പർ ഓഫ് യുവർ ഫാമിലി ഹാസ് RA യു മേ ഹാവ് ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ദ ഡിസീസ്. ഓക്കെ, നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ RA ഉള്ള ഒരാളാണെങ്കിൽ എന്താണ്? നമുക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. ഓക്കെ, അതുപോലെ സ്മോക്കിംഗ് നമ്മളെല്ലാത്തിലും പറയുമ്പോൾ സ്മോക്കിംഗ്, ആൽക്കഹോളൊക്കെ ആണെങ്കിലും എന്താണ്? ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡിസീസ്. ഓക്കെ, പിന്നെ ഓവർ വെയ്റ്റ് ഉള്ളവർക്കും ഹയർ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് RA. ഓക്കെ, ഓവർ വെയ്റ്റ് ഉള്ളവർക്കും എന്താണ്? ഹയർ റിസ്ക് ആണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരാനുള്ള ചാൻസ്. ദെൻ കോംപ്ലിക്കേഷൻസ് നോക്കാം. ഓസ്റ്റിയോപോറോസിസ്
അതായത് ഓസ്റ്റിയോപോറോസിസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബോൺസ് എല്ലാം വീക്കൺ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസിസ് അല്ലേ. നമ്മുടെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്ന് എന്ത് ചെയ്യാം, അത് നമ്മുടെ ബോൺസിനെ വീക്കൺ ചെയ്ത് ടെൻഡൻസി ടു ബ്രേക്ക്, ഓക്കെ, പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അടുത്ത് ഷോഗ്രൻസ് സിൻഡ്രം, ദാറ്റ് ഈസ് ഡിസോർഡർ ദാറ്റ് ഡിക്രീസസ് ദ എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഇൻ ഐസ് ആൻഡ് മൗത്ത്. ഓക്കെ, നമ്മുടെ കണ്ണിലുള്ളയും അതേപോലെ തന്നെ മൗത്തിലുള്ളയും എന്താണ് മോയ്സ്ചറിനെ കുറയ്ക്കുന്ന ഒരു അനുഭവത്തെയാണ് പറയുന്നത് എന്തോന്ന്, ഷോഗ്രൻസ് സിൻഡ്രം. ദെൻ ഇൻഫെക്ഷൻസ്. RA itself can impair the immune system leading to increasing infections. നമുക്കറിയാം റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ എന്താണ് സ്വന്തം ഹെൽത്തി സെൽസ് തന്നെ എന്താണ് നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനെ മിസ്റ്റേക്കണായിട്ട് ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം വീക്കനാകുന്നു, വരാവുന്ന ഇൻഫെക്ഷൻസ് എല്ലാം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ കാർപ്പൽ ടണൽ സിൻഡ്രം. നമ്മുടെ RA അഫക്ട്സ് ദ പേഷ്യൻ്റ് റിസ്റ്റ് ഭാഗത്താണ് RA അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫ്ലമേഷൻ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്ത് നെർവ്സിലോട്ടൊക്കെ അത് സ്പ്രെഡാകും. വിച്ച് കോസ് നംനെസ്, മരവിപ്പ് പോലെയും വീക്ക്നെസ് ഇൻ ദ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാകാം, ലങ് ഡിസീസൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ്. ഇതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണ് ആ ഡിസീസിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് നോട്ട് കൊടുക്കണം ഫസ്റ്റ് പേഷ്യൻ്റ് കൗൺസിലിംഗ് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പേഷ്യൻ്റ് കൗൺസിലിങ്ങിലോട്ട് പോകണം. എന്തെല്ലാം നമുക്ക് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻസിന് കൗൺസിൽ ചെയ്യാൻ പറ്റും നോക്കാം. നമ്മൾ ഫസ്റ്റ് എന്ത് കൗൺസിൽ ചെയ്യണം, കൗൺസിലിംഗ് റിഗാർഡിങ് ദ ഡിസീസിനെ കുറിച്ച് കൗൺസിൽ ചെയ്യണം. പേഷ്യൻ്റ് കൗൺസിലിങ്ങിൽ ഫസ്റ്റ് അത് കൗൺസിലിംഗ് റിഗാർഡിങ് ഡിസീസ്, അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ആ ഡെഫിനിഷനെല്ലാം ചുരുക്കി ഒന്നുകൂടെ ഒന്ന് പറയുക. പേഷ്യൻറ്റിനോട് ആ ഡിസീസിനെ കുറിച്ച് എന്താണ് നമ്മളത് കൗൺസിൽ ചെയ്യുക. ദാറ്റ് ഈസ് RA is an autoimmune and inflammatory disease which means that your immune system attacks healthy cells in your body by mistakenly causing inflammation in the affected parts of the body. Okay, that's definition. RA mainly attacks the joints and can also affect other parts of the body. RA can be effectively treated and managed with medication and self-management strategies അല്ലേ. നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യുകയും ചെയ്യാം, അതേപോലെ മെഡിക്കേഷൻ വഴി നമുക്കതിനെ മാനേജ് ചെയ്തുകൊണ്ടും പോകാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അടുത്തെന്താണ്, കൗൺസിലിംഗ് റിഗാർഡിങ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ദാറ്റ് ഈസ് എക്സസൈസ് റെഗുലർലി, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററി തെറാപ്പി ഒക്കെ അതിൽ ഉൾപ്പെടും. ഓക്കെ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെല്ലാം മോഡിഫിക്കേഷൻ വരുത്തിയാൽ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമുക്ക് എന്താണ് അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. എക്സസൈസ് റെഗുലർലി. ഞാൻ നേരത്തെ പറഞ്ഞു റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഇനാക്റ്റീവായി ഇരുന്നിട്ട് പിന്നീടാണ് അതിൻ്റെ സിംറ്റംസ് വന്നിട്ട് വേഴ്സൺ ആകുന്നത് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ആക്റ്റീവായിരുന്നാൽ നമുക്ക് ആ സിംറ്റംസ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുമോ? ഇല്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം, റെഗുലർ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. റെസ്റ്റ് ഫാറ്റിഗ് ഈസ് എ കോമൺ സിംറ്റം ഓഫ് RA. സ്റ്റേയിങ് ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നാൽ എന്ത് സംഭവിക്കും, ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വിച്ച് ഇൻ ടേൺ ഹെൽപ്സ് വിത്ത് ഫാറ്റിഗ്. ഓക്കെ, നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ അത് ഇമ്പ്രൂവ് ചെയ്യും. അതോടെ നമുക്ക് ആ ക്ഷീണം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഓക്കെ, ദെൻ ജെൻറ്റിൽ എക്സസൈസ് ക്യാൻ ഹെൽപ്പ് സ്ട്രെങ്തൻ ദ മസിൽസ് അറൗണ്ട് യുവർ ജോയിൻറ്റ്സ് ആൻഡ് ഇറ്റ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് ഫാറ്റിഗ്. ഓക്കെ, ചെറിയ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മസിൽസിന് ചുറ്റുമുള്ള ആ ജോയിൻറ്റ്സിന് ചുറ്റുമുള്ള മസിൽസ് ഒന്ന് സ്ട്രെങ്തൻ ആകും. ഓക്കെ, അത് നമ്മുടെ ഫാറ്റിഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ് ക്യാൻ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു എക്സസൈസ് ലീഡിങ് മെനി പീപ്പിൾ വിത്ത് RA ടു ലിമിറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി. വ്യക്തികൾക്കാണെങ്കിൽ എങ്ങനെയാണ്, പെയിനും സ്റ്റിഫ്നെസ്സും ആയിരിക്കും അല്ലേ, അതുകൊണ്ട് അവർക്ക് ഡിഫിക്കൽട്ടായിരിക്കും എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പീപ്പിളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവർ ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ ലിമിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണ്, കൂടുതൽ ചെയ്താൽ അവർക്ക് എന്ത് സംഭവിക്കും, ഭയങ്കര പെയിനായിരിക്കും. ഇനാക്ടിവിറ്റി ആയിട്ട് തന്നെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ആ ജോയിൻറ്റ് മൂവ് ചെയ്യാതെ അങ്ങനെ അത് സ്റ്റേബിളായി മാറും. ഓക്കെ, മസിൽ സ്ട്രെങ്ത് എല്ലാം ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് എന്താണ് ജെൻറ്റലായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത രണ്ടാമത്തെയാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. രണ്ടാമത്തെയാണ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററി തെറാപ്പി. പീപ്പിൾ വിത്ത് ആക്റ്റീവ് RA സംടൈംസ് ലോസ് ദെയർ അപ്പറ്റൈറ്റ് ഓർ അൺഎബിൾ ടു ഈറ്റ് എനഫ് ഫുഡ്.
സോ നമ്മൾ എന്ത് ചെയ്യണം, ഡയറ്ററി തെറാപ്പി കൊടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് omega-3 ഫിഷ് ഓയിൽസ് ഒക്കെ ഉള്ളതും ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെൻറ്റ്സും ടർമറിക് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കൊടുക്കുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവർക്ക് ആവശ്യമുള്ള കലോറീസ് ന്യൂട്രിയൻസും ഒക്കെ നമുക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, then if you are overweight or obese, your healthcare provider might recommend trying to lose weight in order to reduce stress on your joints. ഓക്കെ, നമ്മുടെ ജോയിൻസിലുണ്ടാകുന്ന സ്ട്രെസ്സ്, ഓവർ വെയിറ്റ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സ് നമുക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് കാരണമാകാം അല്ലേ. അപ്പോൾ എന്താണ്, ഹെൽത്ത് കെയർ പ്രൊവൈഡർ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആ വെയിറ്റും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നമുക്ക് ഫിസിക്കൽ ആക്റ്റോ ഒക്യുപ്പേഷണൽ തെറാപ്പിയോ കൊടുക്കാം. അതും നമുക്ക് എന്താണ്, പെയിൻ റിലീവ് ചെയ്യാനും ഇൻഫ്ലമേഷൻ റിലീവ് ചെയ്യാനൊക്കെ സഹായിക്കും. അതായത് ചില പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ഓർ കോൾഡ്, ചിലവർക്കാണെങ്കിൽ ഹീറ്റ് കൊടുക്കുമ്പോഴായിരിക്കും പെയിൻ കുറയുന്നത്, ചിലർക്കാണെങ്കിൽ കോൾഡ് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും എന്താകുന്നത്, ആ സ്റ്റിഫ്നെസ് പെയിനും ഒക്കെ റിലീവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്കുള്ള തെറാപ്പി കൊടുക്കാം. അല്ലെങ്കിൽ ടോപ്പിക്കൽ പ്രോഡക്ട്സ് നമുക്ക് അപ്ലൈ ചെയ്യാം, സർട്ടൻ ക്രീംസ്, ജെൽസ് ഓർ സ്റ്റിക്ക് ഓൺ പാച്ചസ്. ഇവയെല്ലാം എന്ത് ചെയ്യും, ക്യാൻ റെഡ്യൂസ് ദ പെയിൻ ഇൻ എ ജോയിൻ്റ് ഓർ മസിൽസ്. ഓക്കെ, പിന്നെ സ്ട്രെസ് റിഡക്ഷനും കോംപ്ലിമെൻ്ററി തെറാപ്പീസൊക്കെ സ്ട്രെസ് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം അല്ലേ. നമ്മുടെ വെയിറ്റ് ബെയറിങ് ജോയിൻസിലൊക്കെ സ്ട്രെസ്സ് നിറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള തെറാപ്പീസ് കൊടുക്കാം. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് വേസ് ടു റിലാക്സ് ആൻഡ് റെഡ്യൂസ് പെയിൻ, ഇൻക്ലൂഡിങ് മെഡിറ്റേഷൻ, ഡീപ്പ് ബ്രീത്തിങ്. ഇതൊക്കെ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാം, നമുക്ക് ആ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ മസാജ് ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് പെയിൻ. പിന്നെ അക്യുപഞ്ചർ, അക്യുപ്രഷർ ആർ ഓൾസോ എഫക്റ്റീവ് ദിസ് കണ്ടീഷൻ. ഓക്കെ, ഇത്രയൊക്കെയാണ് ഫിസിക്കൽ ആൻഡ് ഒക്യുപേഷണൽ തെറാപ്പിയിൽ പറയുന്നത്. നമുക്ക് ഇതൊക്കെ എന്താണ്, മെഡിറ്റേഷനും അതേപോലെ തന്നെ അക്യുപഞ്ചറും വാം ഓർ കോൾഡ് ഹീറ്റൊക്കെ അപ്ലൈ ചെയ്യുന്ന വഴി നമുക്ക് അതിൻ്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കാം. അതുപോലെ ടോപ്പിക്കലായിട്ടുള്ള പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാം, പെയിനിൽ നിന്ന് ഒരു റിലീഫ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് കൗൺസിലിംഗ് റിഗാർഡിങ് മെഡിക്കേഷനെ കുറിച്ച് എന്താണ് നമുക്ക് കൗൺസിൽ ചെയ്യണം. കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ് മേ ബി മോർ എഫക്റ്റീവ് ദാൻ സിംഗിൾ ഡ്രഗ് തെറാപ്പി. ദർ ആർ മെനി മെഡിക്കേഷൻ ടു ഡിക്രീസ് ജോയിൻറ്റ് പെയിൻ, സ്വെല്ലിംഗ് ആൻഡ് ഇൻഫ്ലമേഷൻ. ഓക്കെ, ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൻ്റെ കേസ് ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് എന്താണ് കൊടുക്കുന്നത്, കോമ്പിനേഷൻ തെറാപ്പിയാണ് ഏറ്റവും നല്ലത് സിംഗിൾ തെറാപ്പിയെക്കാളും. അതിനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റൊമാറ്റിക് ഡ്രഗ്സ്, ദാറ്റ് ഈസ് DMARDS, മെത്തോട്രക്സേറ്റ്, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, സൾഫാസലസിൻ. ഇതൊക്കെയാണ് മെത്തോട്രക്സേറ്റ്, സൾഫാസലസിൻ, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ഓക്കെ, സൈഡ് എഫക്ട്സ് മേ ബി ഇൻക്ലൂഡ് ലിവർ ഡാമേജ് ആൻഡ് സിവിയർ ലങ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്ട്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഓർ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, ദാറ്റ് ഈസ് പ്രെഡ്നിസോളോണും യൂസ് ചെയ്യാറുണ്ട്, പ്രെഡ്നിസോളോണും യൂസ് ചെയ്യാറുണ്ട്. Steroids may be taken by mouth, injected into a vein or injected directly into a joint. സ്റ്റീറോയിഡ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഒന്നീ മൗത്ത് വഴി എടുക്കാൻ പറ്റും, ഓറൽ. ഓക്കെ, അല്ലെങ്കിൽ വെയിനിലോട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും, IV. അല്ലെങ്കിൽ എന്താണ്, ജോയിൻസിലോട്ട് തന്നെ നമുക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്റ്റീറോയിഡ്സ് ക്വിക്ക്ലി ഇംപ്രൂവ് RA സിംറ്റംസ് സച്ച് എസ് പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ് ആൻഡ് ഡിക്രീസ് ജോയിൻറ്റ് സ്വെല്ലിംഗ് ആൻഡ് ടെൻഡർനെസ്. ഇവ ഇങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്ത് RA സിംറ്റംസിൽ നിന്നെല്ലാം നമുക്ക് റിലീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സൈഡ് എഫക്ട്സ് മേ ഇൻക്ലൂഡ് തിന്നിങ് ഓഫ് ബോൺസ്, വെയ്റ്റ് ഗെയിൻ ആൻഡ് ഡയബറ്റിസ്. സൈഡ് എഫക്ട്സിൽ തന്നെ ഉള്ളതാണ് എന്തോന്ന്, തിന്നിങ് ഓഫ് ബോൺസ് എല്ലാം തിന്നാകുന്നു, പിന്നെ വെയ്റ്റ് ഗെയിൻ ഉണ്ടാകാൻ, ഡയബറ്റിസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, ദെൻ നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലാമേറ്ററി ഡ്രഗ്സ് NSAIDസും കൊടുക്കാറുണ്ട്. NSAIDസ് വരുന്നത് ഇബുപ്രൊഫനും നാപ്രോക്സനും. ഏതൊക്കെയാണ് കൊടുക്കുന്നത്, ഇബുപ്രൊഫനും നാപ്രോക്സനുമാണ് കൊടുക്കുന്നത് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ കേസിൽ. ഓക്കെ, സൈഡ് എഫക്ട്സ് മേ ഇൻക്ലൂഡ് സ്റ്റൊമക്ക് ഇറിറ്റേഷൻ, ഹാർട്ട് പ്രോബ്ലം ആൻഡ് കിഡ്നി പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ് NSAIDസും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മളിവിടെ എത്ര ഡ്രഗിനെ കുറിച്ചാണ് പറഞ്ഞത്, ഡ്രഗ് ഗ്രൂപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്, 3 അല്ലേ. DMARDS, ദെൻ അടുത്ത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, ദെൻ അടുത്തൊന്നാണ് NSAIDs. DMARDSൽ ഏതൊക്കെയാണ് വരുന്നത്, മെത്തോട്രക്സേറ്റ് വരും, അടുത്ത് സൾഫാസലസിൻ വരും, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ വരും. ഓക്കെ, മെത്തോട്രക്സേറ്റ്, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, സൾഫാസലസിൻ, ഇത്രയാണ് അതിൽ വരുന്നത് DMARDS. നെക്സ്റ്റ് ഏതാണ് പറഞ്ഞത്,
സ്റ്റീറോയിഡ്സ് അല്ലേ, ദറ്റ് ഈസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൽ വരുന്നതാണ് prednisolone ഉണ്ട്, prednisolone ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നതാണ് ഇത് prednisolone ഉണ്ട്. അടുത്ത ഏതാണ്? NSAIDs അല്ലേ, ഇബുപ്രൂഫൻ നാപ്രോക്സനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് കൗൺസിൽ റിഗാർഡിങ് മെഡിക്കേഷനെ കുറിച്ച് നമ്മൾ പറയേണ്ടത്. നെക്സ്റ്റ്, കൗൺസിൽ റിഗാർഡിങ് കോംപ്ലിമെൻ്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് തെറാപ്പീസ്. ഓക്കെ, നമ്മൾ മെഡിക്കേഷനും കൊടുത്ത് അല്ലാതെ കുറച്ച് തെറാപ്പീസൊക്കെ എടുക്കുമ്പോൾ, ഇതിൻ്റെ കൂടെ തന്നെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ മാറാൻ ചാൻസ് കൂടുതലാണ്. സ്പാ തെറാപ്പി എടുക്കാം. ഓക്കെ, അതായത് മിനറൽ വാട്ടറിലാണെങ്കിൽ നമ്മുടെ ഏത് ഭാഗത്ത് ആണോ നമുക്ക് ഭയങ്കര വേദന ഉള്ളത്, എന്താണ് ഇങ്ങനെ കുറച്ച് നേരം, ഇപ്പോൾ കാലിലാണെങ്കിൽ അതിനെ മിനറൽ വാട്ടറിലോട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട്, ഓക്കെ, സോക്ക് ചെയ്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് കുറച്ച് റിലീവ് സംഭവിക്കും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർട്ടൻ ഫിഷ് ഓയിൽ അല്ലെങ്കിൽ പ്ലാന്റ് ഓയിൽ ഇൻഫ്ലമേഷൻ്റെ സിംറ്റംസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റുന്ന ഫിഷ് ഓയിലുണ്ട്, അതുപോലെ പ്ലാന്റ് ഓയിലുണ്ട്. അതൊക്കെ യൂസ് ചെയ്യാം. ഹവർ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ടോക്ക് ഔട്ട്. പിന്നെ എന്താണ്, നമ്മൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിൻ്റെ ടോക്കോട് കൂടെ നമ്മൾ ചെയ്താൽ അത് ഏറ്റവും നല്ലത്. ഓക്കെ, അവരുടെ ഹെൽപ്പോട് കൂടെ മാത്രമേ നമ്മൾ അതർ സപ്ലിമെൻറ്റ്സ് ആയാലും എന്തായാലും എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഫിഷ് ഓയിലോ പ്ലാന്റ് ഓയിലോ ഒന്നും നമ്മൾ ഡയറക്റ്റ് എടുക്കാൻ പാടില്ല. ഹെൽത്ത് കെയർ പ്രൊവൈഡർ നമ്മളോട് അഡ്വൈസ് ചെയ്യുന്നെങ്കിൽ മാത്രം നമ്മളത് എടുക്കുക. ഓക്കെ, പിന്നെ മൈൻഡ് ബോഡി ടെക്നിക്സ് അല്ലേ, എന്തൊക്കെയാണ് മെഡിറ്റേഷൻ, റിലാക്സേഷൻ, ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമുക്ക് കുറച്ച് റിലീവ് ചെയ്യാൻ പറ്റും. അതാണ് കൗൺസിൽ റിഗാർഡിങ് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി തെറാപ്പീസ് എന്ന് പറയുന്നത്. ഒന്ന് സ്പാ തെറാപ്പി, ഫിഷ് ആൻഡ് പ്ലാന്റ് ഓയിൽസ് കൺസെപ്ഷൻ, പിന്നെ ഏതാണ് മൈൻഡ് ബോഡി ടെക്നിക്സ്. ഇത്രയാണ് നമ്മൾ RIയിൽ ഉൾപ്പെടുത്തേണ്ടത്.